for today's meditation, let us turn our Bible to the book of Deuteronomy, chapter 1, verse 6 and 8. Deuteronomy, chapter 1, verse 6 and 8. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-8 വാക്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നു. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും. I'll be reading from the New American Standard Version. Verse 6, it says, "The Lord our God spoke to us at Horeb, saying, you have stayed long enough at this mountain." Verse 8, "See, I have placed the land before you. Go in, possess the land which the Lord swore to give to your fathers, to Abraham, to Isaac, and to Jacob, to them and their descendants after them." 6-ാം വാക്യം, ഹോരേബിൽ വെച്ച് നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചത് നിങ്ങൾ ഈ പർവ്വതത്തിൽ പാർത്തത് മതി. 8-ാം വാക്യം, "ഇതാ ഞാൻ ആദേശം നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ കടന്ന് യഹോവ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുകയും." Praise God. Let me give you a small background before we come to verse 6. The Spirit of God told Moses and the people of Israelites to leave Mount Horeb. ഞാൻ 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായി ഒരു ചെറിയ പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അവരോട് അവിടെ ആ പർവ്വതത്തിൽ നിന്ന് മാറുവാനായിട്ട് കൽപ്പിക്കുന്നു. In verse 2 it says, "It's 11 days journey from Horeb by the way of Mount Seir to Kadesh Barnea." സേയീർ പർവ്വതം വഴിയായി 11 ദിവസം യാത്ര ചെയ്താണ് അവരവിടെ എത്തുവാൻ നോക്കുന്ന വഴിയായിട്ടുള്ളത്. It is not an easy journey. It is a long 11 days walking. ഒരു വളരെ ചെറുതായിട്ടുള്ള ഒരു യാത്രയായിരുന്നില്ല, വളരെ പ്രയാസകരമായ ഒരു യാത്രയായിരുന്നു അവർ ചെയ്തത്. But if you read further on, you can see the people of Israelites decided to stay back in the Mount Horeb. അവിടെ ഹോരേബിൽ തന്നെ പാർക്കുവാനായി ഇസ്രായേൽ മക്കൾ ആഗ്രഹിച്ചതായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. I was reading and I was studying the Word of God. The Spirit of God told me Mount Horeb is a place of peace. അത് ദൈവത്തിന്റെ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു സമാധാനത്തിന്റെ പർവ്വതമായിട്ടാണ് ഹോരേബിനെ കാണുവാനായിട്ട് കഴിയുന്നത്. Mount Horeb is a place of safety. അത് അവിടെ സേഫ്റ്റിയുള്ള പർവ്വതമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Mount Horeb is a place of comfort. നമുക്ക് ആശ്വാസം തരുന്ന ഒരു പർവ്വതമായി ഹോരേബിനെ കാണുവാൻ കഴിയുന്നു. As you can see from the Word of God, many of the prophets and servants of God, they found a place in Mount Horeb. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവദാസന്മാർ പലരും പ്രവാചകന്മാർ പലരും ആ സ്ഥാനത്തായിരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. Many of the prophets received a revelation from God from Mount Horeb. മൗണ്ട് ഹോരേബിൽ നിന്ന് ദൈവത്തിന്റെ ദാസന്മാർക്ക് വെളിപ്പാടുകൾ ലഭിച്ചതായി നമുക്ക് വായിക്കാനായി കഴിയുന്നു. All of a sudden God told the people of Israelites, you must leave this mountain. വളരെ പെട്ടെന്ന് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനോട് ദൈവം കൽപ്പിക്കുന്നു, നിങ്ങൾ അവിടെ പാർത്തത് മതി എന്നാണ്. God told Moses and the people of God to leave this place and go to a place called Kadesh. അവിടെ പാർത്തത് മതിയാക്കിയിട്ട് കാദേശിലേക്ക് പോകുവാനായി ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറയുകയാണ്. But as you can see, the people of God hesitated to leave Mount Horeb. അവിടെ അവർക്ക് അവിടുന്ന് പോകുവാനായി പറഞ്ഞവർക്ക് താല്പര്യമായില്ല എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. There's a reason why God told Moses and the Israelites to leave Mount Horeb. അവിടുന്ന് പോകുവാനായി ദൈവം പറയുവാൻ ഒരു കാരണമുണ്ട്. In verse 8 you can see God said, "I have placed the land before you. Go in and possess the land that I have promised to your forefathers." 8-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശം മുഴുവനും അവിടെയായിട്ടുണ്ട്, അത് നിങ്ങൾ പോയി കൈവശമാക്കണമെന്നാണ് ദൈവം പറയുന്നത്. When I studied the Word of God, I said, God, how come the people of God hesitate to leave? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഈ പറയുന്ന സ്ഥാനത്ത് നിന്ന് മാറുവാനായി ആൾക്കാർക്ക് പ്രയാസം പറ്റുന്നതാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചു. And if you read verse 7, it says they have to climb hills. It is in the hill country and the lowland in the Negev and by the sea coast. And of course, on their way, they will have to defeat many enemies. അവിടെ വായിക്കുമ്പോൾ 7-ാം വാക്യത്തിൽ വായിക്കുന്നവർക്ക് പർവ്വതത്തിൽ കൂടി കടന്നു പോകണമായിരുന്നു, തീരപ്രദേശങ്ങൾ കൂടി കടന്നു പോകണമായിരുന്നു, മലനാടുകൾ കൂടി കടന്നു പോകണമായിരുന്നു, കടൽക്കരയിൽ കൂടി ഒക്കെ കടന്നു പോകണമായിരുന്നു. They decided they were going to stay back in the Mount Horeb because they didn't want to defeat the enemies. They didn't want to climb the hills. They didn't want to go to the low valleys. അവർ ഹോരേബിൽ തന്നെ പാർക്കുകയായിരുന്നെങ്കിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, പർവ്വതങ്ങൾ കയറേണ്ട ആവശ്യമില്ലായിരുന്നു, താഴ്വരയിൽ കൂടി യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. When I was reading the Word of God, the Spirit of God told me many of us are sitting in a comfort zone. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞതാണ്, നാം എല്ലാവരും പലരും കംഫർട്ട് സോണുകളിൽ വസിക്കുന്നവരാണ്. Many of us hesitate to leave our comfort zone. അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് മാറുവാനായി യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ആർക്കും താല്പര്യമില്ല. The Spirit of God reminded me, in order for you to possess the land, in order for you to receive the anointing of God, you must leave the Mount Horeb. നാം ദേശം അവകാശമാക്കണമെങ്കിൽ, ഒരു പുതിയ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ നാം ആയിരിക്കുന്നിടത്തുനിന്ന് യാത്ര ചെയ്തേ മതിയാകുള്ളൂ. Don't be satisfied with the four walls of the building. നാം എല്ലാവരും ഈ നാലുകെട്ടിന്റെ അകത്ത് വസിപ്പാൻ
can be a hindrance. ഒരുപക്ഷെ നമ്മുടെ കൾച്ചറും നമ്മുടെ ട്രഡീഷനും ഒക്കെ നമുക്ക് വിപരീതമായി നിന്നു എന്ന് വന്നേക്കാം. Sometimes our family and our jobs can be our stumbling block. ഒരുപക്ഷെ നമ്മുടെ കുടുംബവും നമ്മുടെ ജോലിയുമായിരിക്കും അപ്രകാരമായിരിക്കുന്നത്. Sometimes our hunger for money can be a hindrance. ഒരുപക്ഷെ പണത്തോടുള്ള ആർത്തിയായിരിക്കാം നമുക്ക് പ്രതിബന്ധമായി But this നിൽക്കുന്നത്. morning the Spirit of God speaking to us clearly and powerfully that we must leave our comfort zone. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു നമ്മുടെ കംഫർട്ട് സോൺ ഇന്ന് വിടേണ്ടത് ആവശ്യമാണ്. We have stayed long enough at this mountain. നാം അനേക നാളുകളായി ആവശ്യത്തിലധികം നാളുകൾ ഈ പർവ്വതത്തിൽ വസിച്ചവരാണ്. You must possess the land. നാം ദേശം അവകാശമാക്കിയേ പറ്റൂ. You must possess the city of Philadelphia. ഫിലദൽഫിയയും അവകാശമാക്കിയേ പറ്റുകയുള്ളൂ. We believe, and I believe, strongly believe, if you are taking the decision tonight, this morning, God will give it in our hands. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു നാം ആ തീരുമാനമെടുക്കുകയാണെങ്കിൽ ദേശം നമുക്ക് കൈവശമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. Do you believe that this morning? Come on. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? In verses, I have placed the land in front of you. ദേശത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. The land that God has promised your forefathers. നിന്റെ പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്തതായ ആ ദേശം. Maybe it is your healing. അതുപോലെ ഒരുപക്ഷേ നിന്റെ ജീവിതത്തിൽ സൗഖ്യമായിരിക്കാം. Maybe it is a deliverance. നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലായിരിക്കാം. Maybe a new anointing. ഒരു പുതിയ അഭിഷേകമായിരിക്കാം. In order for you to receive and possess the promise from God, you must leave the comfort zone. ദൈവം നിനക്ക് വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിക്കണമെങ്കിൽ നിന്റെ കംഫർട്ട് സോൺ വിട്ടിട്ട് യാത്ര തിരിക്കേണ്ടത് ആവശ്യമാണ്. And I believe before the meeting is over, God is going to speak some of you tonight this morning. ഇന്നത്തെ മീറ്റിംഗ് തിരുന്നതിന് മുമ്പായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പലരോട് സംസാരിക്കാനിടയായി. So get ready to climb some hills this morning. ഇന്ന് പകൽക്കാലത്തിലെ കുന്നുകൾ കയറുവാൻ പർവ്വതങ്ങൾ കയറുവാൻ നാം തയ്യാറാകുന്നു. Get ready to go to the valleys. Let's go to the valleys this morning. നമുക്ക് ഇന്ന് പകൽക്കാലം താഴ്വരയിലേക്ക് യാത്ര ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. The deliverance is placed right in front of us. നമ്മുടെ മുമ്പിലായി ആ വിടുതലിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. When I was reading the Word of God, the Spirit of God told me three things. ദൈവത്തിന്റെ ഞാൻ ദൈവമായി വായിച്ചുകൊണ്ടിരുന്നപ്പോൾ മൂന്ന് കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാനിടയായി. When you want to possess the land, the devil will also try to attack us. നാം ദേശം കൈവശമാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മെ അറ്റാക്ക് ചെയ്യുന്ന പിശാചിന്റെ പ്രവൃത്തികളുണ്ട്. Number one, the devil will turn our focus away from God. നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ ആ ഫോക്കസ് മാറ്റിക്കളയുവാൻ പിശാച് താല്പര്യപ്പെടും. Our focus will be towards the worldly desires. ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളോട് നമ്മുടെ ഫോക്കസ് ആക്കുവാൻ പിശാച് താല്പര്യപ്പെടും. If you read verse 7, it says, turn and set your journey. ഏഴാം വാക്യത്തിൽ നമ്മൾക്ക് തിരിഞ്ഞ് യാത്ര ചെയ്യുവാനായിട്ട് പറയുന്നു. We must turn away from our worldly desires. ലോകത്തിന്റെ താല്പര്യങ്ങളിൽ നാം തിരിയുവാനായി തീരണം. We must turn to God this morning. ഇന്ന് പകൽക്കാലം ദൈവത്തിലേക്ക് തിരിയുവാനായി തീരണം. Turn away from our addictions. നമ്മുടെ അഡിക്ഷൻസ് നാം തിരിയുവാനായി തീരണം. Turn away from our rebellious spirits. നമ്മുടെ rebellious ആയിട്ടുള്ള അനുഭവങ്ങൾ നാം തിരിയുവാനായി തീരണം. Turn away from our lustful thoughts. നമ്മുടെ lustful ആയിട്ടുള്ള ചിന്തകളിൽ നിന്ന് തിരിയുവാനായി തീരണം. Turn away from every ungodly things that are hindering us to possess the land this morning. ദൈവികമല്ലാത്ത എല്ലാ ചിന്തകളിൽ നാം വിടുവിക്കപ്പെടുവാനായി തീരണം. And this message is not just for the youngsters, but it's for the entire church. കുഞ്ഞുങ്ങളോട് മാത്രമല്ല മുഴുവൻ സഭയോടുമായിട്ടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. The Spirit of God reminded me so powerfully, we must seek God in order to receive the promised land. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു നാം ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ നാം അവന്റെ മുഖം അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. 2 Chronicles 7:14 it says, if my people who are called by my name will humble themselves and pray and seek my face and turn from their wicked ways, then will I hear from heaven and will forgive their sins and I will heal their land. തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തന്നെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം എത്തി കൊടുക്കുമെന്ന്. I'm so sorry to say that our churches as a church we have turned away from God. ഞാൻ പറയുന്നതിന് എനിക്ക് പ്രയാസമുണ്ട്. സഭയായ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് പിന്മാറിയിരിക്കുന്ന അനുഭവങ്ങളാണ്. You know, back in the days we spent so many times, so many minutes in prayer. കഴിയുന്ന ആളുകൾ രാത്രി മുഴുവൻ ദിവസം പ്രാർത്ഥനയിൽ ചെലവഴിച്ച സമയങ്ങളുണ്ട്. We spent so much time in studying the Word of God. Well, let me ask you, when was the last time you had a family prayer in your house? When was the last time you had a prayer by yourself? When was the last time you had you separated a time to read the Word of God? Church, we must come back to the basics of the Lord. We must come back to the basic to the Word of God. In order to possess the land, we must turn our face to the Lord.
The second thing, devil will weaken our bodies. നമ്മുടെ ശരീരത്തെ പിശാച് നമ്മുടെ ശരീരത്തെ ബലഹീനമാക്കും. Praise God. Devil will try to kill and destroy us. നമ്മളെ ഇല്ലായ്മയാക്കുവാനും ഉന്മൂലനാശം വരുത്തുവാനും പിശാച് ഒരുമ്പെടും. When I was reading this verse, 1 Kings chapter 19 came to my mind. We all know the story. It's about Elijah. 1 Kings chapter 19. If you read on, I'm not going to read it, but we know the background. God used the prophet Elijah powerfully. In chapter 18, God used Elijah to kill the prophets of Baal. In chapter 19, God had a plan to anoint Elisha. God had a plan to anoint the king of Israel in chapter 19. But in chapter 19 verse 1, as you can see, the word of God, the word came to Elijah from Jezebel, verse 2. Then Jezebel sent a messenger to Elijah saying, so may the gods do to me even more, if I do not make your life as the life of one of them by tomorrow about this time. Then later on, verse 5, you can see he lay down and slept under a juniper tree, and behold, there was an angel came. In chapter 18, God used him powerfully. But in chapter 19, in front of the word of Jezebel, he became weak. Jezebel told him that tomorrow I will kill you. Elijah almost forgot everything that happened in chapter 18. The devil will tell us that he will never be healed. You will never be successful in your ministry. Many of the elders will say that the young people do the ministry. Hallelujah. Let the young people do the work. I'm too old to do it. But do not listen to the whispers of the devil this morning. You're called for a destiny. You're called for a purpose. Do not listen to the devil this morning. The devil comes to attack you and kill you. There are many Jezebel spirits will come to you. But do not listen to them. In verse 7 it says, the angel of the Lord came again a second time, touched him and said, arise, eat, because the journey is too great for you. The Spirit of God told me in order to possess the land, arise and eat. The Bible says in order for you to be anointed, in order for you to possess the land, you must clothe yourself from the power of God. The Bible says in Isaiah, those who wait upon the Lord, they will renew their strength like an eagle. The human ministry is not finished until God says it is finished. Your calling is not finished until God says your calling is finished. Hallelujah. Hallelujah. Receive the power of God this morning. Clothe yourself with the power from above this morning. Don't let the devil tie you with the ropes this morning. As I'm preaching this morning, the Spirit of God tells me that some of you are tied up this morning. The devil is telling you you will never be successful. Your children will never be saved.
stolen. പിശാച് അപഹരിച്ചു കൊണ്ടുപോയി തിരിച്ചു വാങ്ങിക്കുന്ന ദിവസമാണ്. Take back the healing he has stolen from us. നമ്മൾ രോഗസൗഖ്യം തിരിച്ചു പിടിക്കുവാൻ, Take back the joy of salvation this morning. ആരോഗ്യയുടെ സന്തോഷം തിരികെ പ്രാപിക്കുവാൻ. Come on, if you're weak this morning, receive the power from above. നമ്മുടെ ബലഹീനതയ്ക്ക് മുമ്പായി ദൈവത്തിന്റെ ശക്തി ഏറ്റെടുക്കുവാൻ. Hallelujah. Praise the Lord. Number 3, മൂന്നാമത്തെ കാര്യം, devil will put a seed of unbelief in our minds. അവിശ്വാസത്തിന്റെ വിത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ പിശാച് ചിതറുവാനിടയായിത്തീരും. In John chapter 5, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം verses 5 through 9. അതിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. Verse 5, it says that a certain man was there, and there had been 38 years in his sickness. When Jesus saw him lying there, he knew that he had already been a long time in that condition. He said to them, "Do you wish to get well?" And verse 7, the sick man answered, "Sir, I have no man to put me into the pool when the water is stirred up. But while I am coming, another steps down before me." And verse 8, Jesus said to him, "Arise, take up your pallet and walk." 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നെന്ന് അറിഞ്ഞ്, "നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ?" എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, "യജമാനേ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു." യേശു അവനോട്, "എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക" എന്ന് പറഞ്ഞു. For 38 years, he suffered with a sickness. 38 വർഷമായി അവൻ രോഗിയായിരിക്കുന്ന വ്യക്തി. He lost his faith. അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. There was no hope. അവന് യാതൊരു പ്രതീക്ഷയുമില്ല. When Jesus came and asked him, "Do you wish to get well?" യേശു അവന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, "നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ?" Look at his answer. അവന്റെ മറുപടി കാണുക. He responded in a different way. അവൻ മറ്റുള്ളവരുടെ കാര്യമാണ് അവൻ പറയുന്നത്. He said, "God, I tried to be healed, but many times it didn't happen. ദൈവമേ, കർത്താവേ, എനിക്ക് സൗഖ്യമാകുവാൻ ആഗ്രഹമുണ്ട്. ഞാൻ പലപ്പോഴും സംഭവിച്ചിട്ടില്ല. I have been trying for 38 years. 38 വർഷമായി എനിക്ക് ആഗ്രഹമുണ്ട്. And I don't think I will be healed. ഞാൻ ഇനി സൗഖ്യമാകുമോ എന്ന് എനിക്ക് വിശ്വാസമില്ല. I don't think my children will be saved. എന്റെ കുഞ്ഞുങ്ങള് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കടന്നു വരുമോ എന്ന് എനിക്ക് വിശ്വാസമില്ല. I don't think my young people will be filled with the Holy Spirit. എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ആത്മാവിനെ നിറയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. I don't think our church will grow. ഞങ്ങളുടെ സഭ വളരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. I don't think that I will be healed one day. അവിടെ സൗഖ്യം ഉണ്ടാകുമോ എന്ന് തോന്നുന്നില്ല. There's so many unbelief. അങ്ങനെയുള്ള അവിശ്വാസത്തിന്റെ വലിയ നിര തന്നെ. That's exactly what devil is doing here. പിശാച് ചെയ്യുന്നത് തന്നെയാണ്. But Jesus asking, "Do you wish to be healed today? കർത്താവ് ചോദിക്കുന്നത് സൗഖ്യമാകുവാൻ താല്പര്യമുണ്ടോ എന്ന്. Do you want to be healed this morning? നിനക്ക് സൗഖ്യമാകുവാൻ ആഗ്രഹമുണ്ടോ? Do you believe it's going to happen this morning in our midst?" സംഭവിക്കുന്ന വിശ്വാസമുണ്ടോ? Hallelujah. To possess the land, cast out every fear and this morning. ഈ ദേശം നാം അവകാശമാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഭയത്തെയും പുറത്താക്കി കളയണം. Cast out every unbelief from our life this morning. എല്ലാ വിശ്വാസത്തെയും നാം പുറത്താക്കി കളയണം. Cast out every ungodliness from our life this morning. എല്ലാ ചിന്തകളെയും പുറത്താക്കി കളയണം. Oh, receive the anointing of God this morning. ഇന്ന് പകൽക്കാലം ദൈവിക അഭിഷേകം നാം പ്രാപിക്കണം. And I believe there is power moving in this place. ഇന്ന് പകൽക്കാലം ദൈവശക്തിയുടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. As Pastor was mentioning, the lady with the issue of blood for 12 years. For 12 years she was after the healing. Her neighbors and friends told her, "You will never be healed." She wasted 12 years. She spent all the money that she had. But when she heard that Jesus was in town, she knew that was her day for her healing. She was ready to possess her healing. Do you have that kind of faith this morning? She said, "I don't care what my family is saying. I really don't care what their opinions are. But I need healing. But I need deliverance. I need to possess the land. I need to defeat my enemies. I need to reach my destiny." Jesus, I believe the presence of God is telling the same thing that some of you are listening to the whispers of the devil. Increase your faith this morning. Every eye is closed. Hallelujah. You have stayed long enough at this mountain. You have stayed long enough at this mountain. It's time for us to possess our blessings.
It's time to possess our spiritual blessings. നമ്മുടെ ആത്മീയ അനുഭവങ്ങളെ നന്മകളെ പ്രാപിക്കേണ്ട ദിവസങ്ങളാണ്. It's time for us to go into a higher level. അത് നമുക്ക് മുമ്പോട്ട് കടന്നു പോകേണ്ട ദിവസങ്ങളാണല്ലോ. You might be saved and filled with the Holy Spirit 20, 30 years ago. 20-30 വർഷങ്ങൾക്ക് മുമ്പ് ആത്മാവിനാൽ ഒരുപക്ഷേ നിറഞ്ഞവരായിരിക്കാം. Have you made any improvements since then? അതിനുശേഷമായി ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടോ? Have you reached the second level? അടുത്ത പടിയിലേക്ക് ഉയരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? It's time for us to go into the higher level of the Lord. ദൈവത്തിന്റെ കൃപയുടെ അടുത്ത അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? Hallelujah. Let's take a few minutes to pray this morning. നമുക്ക് ഇന്ന് സഭകൾക്കാലം പ്രാർത്ഥിപ്പാനായി സമയമെടുക്കാം. Hallelujah. Come on, let's ready to possess the land this morning. ഇന്ന് പകൽക്കാലം ദേശം അവകാശമാക്കുവാനായി നമുക്ക് തയ്യാറെടുക്കാം. Don't listen to the whispers of the devil. പിശാച് പറയുന്ന കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ. Yes, you will have to go to you have to climb high hills. പർവ്വതങ്ങളിലേക്ക് നമുക്ക് കയറേണ്ടത് ആവശ്യമുണ്ട്. Yes, we have to defeat the enemies. പിശാചിനെ ശത്രുവിന്റെ സൈന്യത്തെ തോൽപ്പിക്കേണ്ടതുണ്ട്. Remember, the battle does not belong to you. ദൈവമക്കളെ പിശാചിന്റെ അനുഭവങ്ങളൊന്നും നീ ചെവി കൊടുക്കാതെ. The battle does not belong to you. യുദ്ധം നിനക്കുള്ളതല്ല. The battle belongs to the Lord. യുദ്ധം ദൈവത്തിന്റേതാണ്. Come on, brother, the battle belongs to the Lord. യുദ്ധം ദൈവത്തിനുള്ളതാണ്. Come on, reach your destiny this morning. ഇന്ന് പകൽക്കാലം ലക്ഷ്യത്തിലെത്തുവാനായി അയച്ചിട്ടുണ്ട്. Reach your purpose this morning. നിന്റെ പർപ്പസിലേക്ക് എത്തുവാനായി അയച്ചിട്ടുണ്ട്. Hallelujah, hallelujah. Oh, hallelujah. Surrender yourself this morning. Surrender yourself to the Lord this morning. Hallelujah, hallelujah. Hallelujah. It's time to reach our possessions. It's time to take back what the devil has stolen. It's time to take back what the devil has stolen from our families. It's time to restore our family life. It's time to restore our private life. Turn to God this morning. Turn to Him this morning. Hallelujah. Will you please stand with me this morning? Hallelujah. Praise the Lord. Hallelujah. Samson was tied up. In Judges, we read in chapter 16. Samson snapped the rocks from his arms like a thread. What is tying you this morning? What is the bondage that is hindering you from possessing the land? Come on, will you surrender to the Lord, saying, God? Will you tell Him, God, I'm here, oh God? And people will make a decision, God, I'll turn away from every ungodly things. You might be addicted to many things. You might be addicted to Facebook. You might be addicted to many games. But let me ask you, what is hindering you from achieving the destiny? It's time for us to leave our comfort zone. Increase your faith this morning. Church, pray to God. As God, I increase my faith, Lord. Just like the lady with the issue of blood, can you pray, God, oh Son of David, have mercy on me? And clothe yourself with the power from above. The angel of God told Elijah, arise and eat. You have a great journey ahead of you. Amen. Hallelujah. This is your day for your deliverance. This is your day for your healing. This is your day for deliverance this morning. Hallelujah. Will we sing? Let's sing that song, Here I Am, Lord. Hallelujah. Let's surrender ourselves to the Lord. Jesus, we worship you, God. We worship you. We worship you with all my heart. And I will seek
your face unto my God. And I will serve you, Lord, with all I am. Here I am. Come on, surrender yourself to the Lord this morning. Hallelujah. Here I am, Lord. Here I am. You tell God, you still God. Help me, O God, to possess the land. You tell God, help me, O God, to possess the land. We worship you, God. Here I am. Oh Lord, here I am. Episode Ave. Here I am. Shakti विश्वास Hare
told us to leave our comfort zone this morning. നിങ്ങളോട് സംസാരിച്ചല്ലോ ഞങ്ങളുടെ കംഫർട്ട് സോൺ വിടുവാനായി. To possess the land. To possess our promised land. ഞങ്ങൾക്കുള്ള അവകാശങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ. To possess our spiritual blessings. ഞങ്ങളുടെ ആത്മീയ നന്മകളെ പ്രാപിച്ചെടുക്കുവാൻ. God, we surrender ourselves to you, God. അതിനായി ഞങ്ങൾ തന്നെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. God, we turn to you this morning for your kindness. നിന്റെ മുഖത്ത് അന്വേഷിപ്പാൻ കൃപ ഞങ്ങൾക്ക് തരണമേ. Forgive our iniquities, Lord. ഞങ്ങളുടെ അകൃത്യങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. Forgive our addictions, Lord. കർത്താവേ, addictions എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. Forgive our sins, Lord. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. Increase our faith this morning, Lord. ഞങ്ങളുടെ വിശ്വാസത്തെ ദിവസങ്ങൾ വർദ്ധിപ്പിക്കണമേ. Forgive our unbelief. ഞങ്ങളുടെ അവിശ്വാസത്തെ ഞങ്ങളോട് ക്ഷമിക്കണം. Oh God, empower us with your anointing, oh God. കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ പിന്നെ ഞങ്ങൾ നിറയ്ക്കണം. Clothe us, oh God, with your power. നിന്റെ ശക്തിയാൽ ഞങ്ങളെ വീണ്ടും സഹായിക്കണമേ. God, I pray for thy people this morning, God. വേണ്ടി പ്രാർത്ഥിക്കുന്നു. God, everyone who raised their hands, Lord. ഇവിടെ കൈകളെ ഉയർത്തി എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. God, I pray release your anointing, oh God. നിന്റെ അഭിഷേകത്തിന്റെ ശക്തി അവിടെ വേണ്ടി അയക്കണമേ. God, release your power right now. നിന്റെ ശക്തി അവിടെ വേണ്ടി പകരണമേ. God, release your power right now. നിന്റെ ശക്തി അവിടെ വേണ്ടി പകരണമേ. God, release it right now. നിന്റെ ശക്തി ഇപ്പോൾ തന്നെ പകരണമേ. Honor their faith, Lord. അവിടെ ഒരു വിശ്വാസത്തെ നീ അംഗീകരിക്കണമേ. Honor their surrounding, Lord. അവിടെ കർത്താവേ സമർപ്പണത്തെ നീ ഓർക്കണമേ. God, honor them right now in Jesus' name. യേശുവിന്റെ നാമത്തിൽ നീ ഓർക്കണമേ. In Jesus' name, Lord. യേശുവിന്റെ നാമത്തിൽ. In Jesus' name, Lord. God, we speak healing in this place. We speak deliverance right now. We speak anointing right now. The anointing that will break every yoke. The anointing that will break every yoke. God, let the young people reach their destiny, oh God. Let the young people reach their purpose, oh God. God, we know the one who is in us is greater than the one who is in this world. We will never give any room for the devil. God, this church belongs to you. This young people belongs to you, Lord. This parents are belongs to you, Lord. God, we humble ourselves in your presence. We thank you for your presence that already moved in this place. Thank you for the word that you gave us. In Jesus' mighty name we pray. You may be seated.